എങ്ങനെ കുറഞ്ഞ ചിലവിൽ ട്രിയംബകേശ്വർ, ഹരിഹർ ഫോർട്ട്, ബ്രഹ്മഗിരി ഹിൽസ് പ്ലാൻ ചെയ്യാം എന്നതാണ് ഞങ്ങളുടെ വീഡിയോ. യാത്ര ആരംഭിക്കുന്നത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. എറണാകുളം ട്രെയിൻ വരുന്നതും കാത്തുനിൽക്കുകയാണ്. ഏകദേശം 1:30 ഞങ്ങൾ എറണാകുളത്തു എത്തിച്ചേർന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എറണാകുളം ടു പൻവേൽ ആണ്. പുറത്തേക്ക് എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. ഇത് മഹാരാഷ്ട്രയുടെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു. LTTയിൽ നിന്നും നാസിക്കിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. ആ ട്രെയിൻ ലക്ഷ്യമാക്കി നടന്നു. സമയം രാവിലെ 5:30 ആണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. ചായ കുടിച്ച് ക്ഷീണം മാറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതാണ് എൻ്റെ കൂട്ടുകാർ അഖിലും നന്ദുവും. ഞങ്ങൾ കണ്ടുമുട്ടിയത് എറണാകുളം സ്റ്റേഷനിൽ വച്ചാണ്. പിറ്റേ ദിവസം ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങൾ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടുന്ന് നടന്ന റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡ് ആണ്. അവിടുന്ന് പച്ച ബസ് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് CNG ബസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രയംബക് എത്താം. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട് നാസിക്കിൽ നിന്ന് ത്രയംബക് എത്തിച്ചേരാൻ. ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു ഹോട്ടൽ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു നീങ്ങി. ഗൂഗിൾ മാപ്പിൽ വോക്കിംഗ് മോഡ് ഇട്ടു ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു ക്ഷേത്ര നഗരി ആയതിനാൽ നോൺ വെജ് ഫുഡ് ഒരു ഹോട്ടലിലും ലഭ്യമല്ല. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. മലകൾക്ക് ചുറ്റിലും ഒരു കോട്ട എന്ന പോലെ ഉയർന്നു നിൽക്കുന്ന പാറകൾ. ഹോട്ടലിന്റെ മുൻപിൽ നിന്നുള്ള വ്യൂവും അതുതന്നെയാണ്. 2:40 ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ സാഗർ ഭായ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ക്ഷേത്രത്തിലേക്കുള്ള ദൂരവും മറ്റും. വളരെ നല്ല റൂം ആണ് ലഭിച്ചത്. മഴക്കാലം ആയതിനാൽ ബാൽക്കണി ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശം തന്നിരുന്നു. പക്ഷേ ബാൽക്കണിയിൽ നിന്നുള്ള സീനറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകും. അത്രയ്ക്ക് മനോഹരം ആയിരുന്നു. ഫ്രഷ് ആയി കുറച്ചുനേരം ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ അവിടെ നിന്നുള്ളൂ. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. പോകുന്ന വഴി ഒരു പാനിപൂരി ഉണ്ടാക്കുന്ന കടയിൽ നിന്നും ഒരു പാനിപൂരി പറഞ്ഞു. അവർ ഞങ്ങളെപ്പറ്റി ചോദിച്ചു. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയം. ഇത്രയും ദൂരത്ത് നിന്നാണോ നിങ്ങൾ വന്നേക്കുന്നത് എന്ന് ചോദിച്ചു. നല്ല വൃത്തിയോടുകൂടി അവരത് ഉണ്ടാക്കി തന്നു. അവിടുത്തെ ഒരു പ്രത്യേകതയാണ് പരിസരവും മറ്റും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇത് കഴിച്ചതിനു ശേഷം ഞങ്ങൾ പിന്നെ നടപ്പ് ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ പുറത്തു നിന്ന് പോലീസുകാരുടെ ക്യാമറ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ക്ഷേത്ര കവാടത്തിൽ എത്തിയപ്പോഴേക്കും ക്യാമറ അവർ തടഞ്ഞു. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് അകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇന്ന് തിരക്ക് കുറവാണ്. വേലികൾ കെട്ടിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇനി അല്പം ചരിത്രം ആവാം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ എന്ന സ്ഥലത്ത് പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് ത്രയംബകേശ്വർ എന്ന ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്ര പരിസരത്തുള്ള കുസാവിത്ര എന്ന വിശുദ്ധ കുളത്തിൽ സ്നാനം ചെയ്തു വേണം ത്രയം സന്നിധാനത്ത് ദർശനം നടത്താൻ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരിയുടെ സ്രോതസ് ഈ കുസാവൃത്തിയിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണ് ഗോക്കളെ ഊട്ട്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിശ്വാസികളും ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്നു. മോശദായകമായാണ് ത്രയംബകേശ്വർ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം തൊഴുന്നത് എന്നതാണ് ഹൈന്ദവ വിശ്വാസം. ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഏകദേശം 7:30 ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു.